കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ട് ആപ്പിലായ ജാസ്മിൻ ഒരു ക്ലിപ്പിങ്സാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇന്ന് മറ്റേ ജയിൽ ടാസ്ക് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ അഭിഷേകിനും ശ്രീധുവിനും 5 വോട്ട് കിട്ടി, പിന്നെ നോറയ്ക്ക് 8-9 കിട്ടി. അതുകൊണ്ട് കുഴപ്പമില്ല. നോറയും പിന്നെ ആര് പോവും എന്നുള്ള ചോദ്യത്തിനായിരുന്നു പിന്നെ ഒരു ഡിബേറ്റ് പോലെ നടത്തി അഭിഷേക് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ജാസ്മിനും മറ്റേ എന്തോ പാഴായ അപ്സര ഉണ്ടല്ലോ, മറ്റേ ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റൻ അവൾ തന്നെ പറയുന്നത്, അവൾ തന്നെ അവളുടെ തോളി തട്ടിയിട്ട് പറയാം അവളാണ് ഏറ്റവും നല്ല ക്യാപ്റ്റൻ. എന്തൊരു പാഴ് ജന്മമൊക്കെയാണ്. ചുമ്മാ അത് അഭിഷേകിനെ ഇട്ട് ചൊറിഞ്ഞ് അവസാനം കിട്ടി, നല്ല രീതിക്ക് കിട്ടി അവൻ്റെ കയ്യിൽ നിന്ന്. അവൻ്റെ പുറകെ നടക്കുക. ഇതിനകത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ പുറകെ നടക്കാൻ. അവനൊരു ചോദ്യം ചോദിച്ചു, ഇനി ഗബ്രിയുടെ അടുത്ത് എല്ലാ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞതും സത്യമാണോ? കാരണം അവൾ പറഞ്ഞത് ഇവൻ ഒന്നും ഒന്നിലും ഇടപെടുന്നില്ല, ഒന്നും അറിയില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ ഇവനെ മോക്ക് ചെയ്തപ്പോൾ അവൻ പറഞ്ഞാണ്. പിന്നെ ഇവൻ കുറേ കള്ളം പറയും എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞു. അതിന് അവൻ ഇട്ട് വെച്ചതാണ്, നീ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞതെല്ലാം സത്യമായിരുന്നോ എന്ന് ചോദിച്ചവിടെ കഴിഞ്ഞു. ജാസ്മിൻ്റെ കാറ്റ് പോയി. ജാസ്മിൻ ഇങ്ങനെ പുറകെ നടക്കുക, കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നടക്കലടി, കണ്ടന്റിന് വേണ്ടി തെണ്ടലടി, പോടി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് അഭിഷേക്. ഇവള് പുറകിന് പോകുന്നുണ്ട്. അയ്യോ, ഇത്രയും തരംതാഴ്ന്ന ഒരു പെണ്ണ്. അവസാനം വേറെ ഒരു ഡയലോഗും പറഞ്ഞു. ഇവള് പറഞ്ഞു, വെളിയിലുള്ള ആൾക്കാർക്ക് അറിയാം, വെളിയിലുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ നീ പറയാൻ ബാധ്യസ്ഥനല്ലെന്ന്. അവൻ പറഞ്ഞു, വെളിയിലുള്ള ആൾക്കാർ എന്താ പറയുന്നതെന്നുള്ളത് വെളിയിൽ പോയിട്ട് നീ കണ്ടോ? നിൻ്റെ ഉമ്മയും ഉപ്പയും നിൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ മനസ്സിലായില്ലേ വെളിയിൽ ആൾക്കാർ എന്താ പറയുന്നതെന്നുള്ളത്? നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോയപ്പോൾ, നിനക്ക് പേടിയാണോ? നീ നുണയനാണ്, നീ മറ്റേ കള്ളനാണ്, നീ അതാണ് ഇതാണ്. എന്നിട്ട് അവൻ ഒരു ഒറ്റ ഡയലോഗ് പറഞ്ഞു, നീ പോയി മറ്റേ വാഴത്തൈയുടെ അടുത്തിരിക്കുക, വാഴത്തോട്ടത്തിൽ പോയിരിക്കുക, അതാണ് നിനക്ക് പറ്റിയ സ്ഥലം, നീ വേറെ ഒരാളെ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവള് വേറെ ആരെ പിടിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് പുറകിന് പോവുക. അവൻ പറഞ്ഞു, അടുത്ത ആളിനെ പിടിക്കുക. ഗബ്രിയെ വെച്ച് വാഴത്തോട്ടത്തിൽ 19 ദിവസം നിന്നിട്ട് ഗബ്രിയെ പരത്തി കളഞ്ഞ് ഇവിടുന്ന് പറന്നു പോയപ്പോൾ ഗബ്രി ഇവിടുന്ന് പറന്നു പോയി കഴിഞ്ഞ ഉടനെ നിനക്ക് സമാധാനമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇട്ട് മോക്ക് ചെയ്ത്. ജാസ്മിനെ മോക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ജാസ്മിനെ വിചാരിക്കുന്ന അവൾക്ക് മാത്രമേ ബാക്കിയുള്ളവരെ മോക്ക് ചെയ്യാൻ അറിയാവുന്നു. ജാസ്മിൻ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം, മറ്റേ ഡിബേറ്റ് ഉണ്ടായിരുന്നു, 2 പേര് അകത്തോട്ട് കൺവെൻഷൻ റൂമിൽ പോയിട്ട് ആരെ നോമിനേറ്റ് ചെയ്യും, ആരെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനകത്ത് അഭിഷേക് ഇങ്ങനെ മോക്ക് ചെയ്തിട്ട് ജാസ്മിന് ഉത്തരം മുട്ടി അന്ന് പുറത്തായതാണ് ഈ ജാസ്മിൻ. അപ്പോൾ അത് ഇവള് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഇത് പാഴായ നോറ പോയിട്ട് കണ്ടന്റ് ഇല്ലല്ലോ, പോയി ക്യാമറയുടെ മുന്നിൽ പോയിട്ട് കരയുക, എന്നിട്ട് മറ്റേ വീട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നോറയ്ക്ക് പറ്റാതെ പോയെന്ന് വെച്ചാൽ അൻസിബ പറഞ്ഞാണ്, ഇനി നീ നിൻ്റെ വീട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അത് നോറയ്ക്കിട്ട് കൊണ്ടു. ഇപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന്, എനിക്ക് എൻ്റെ വീട്ടുകാരെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് കാശ് എന്നവരവരാണ്, എന്നെ ഒരുപാട് അവർ നോക്കിയിട്ടുണ്ട്, എന്നെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ്. വിവരിക്കടെ നിനക്ക് വെളിയിലുള്ള ആൾക്കാരെ ഇതൊന്നും പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. കാരണം 17 ദിവസം നീയൊക്കെ കാണിച്ചു കഴിഞ്ഞു, നീയൊക്കെ എന്താ സാധനം, ഇനി നിനക്കൊന്നും അത് മാറ്റാൻ പറ്റില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നീ ആണേലും ജാസ്മിൻ ആണേലും അപ്സര ആണേലും ആരാണേലും.